അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഹീറോ അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ ഇവള് ചങ്ക് തകർന്നിട്ട് ഒരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇവള് ബസ് സ്റ്റോപ്പിൽ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ടുപേര് വന്ന് ചൊറിയാൻ നോക്കിയതും അവൾ രണ്ടുപേരും ഇട്ട് അടിക്കുകയാണ്. അങ്ങനെ അവിടെ പോലീസ് വന്നതും ഓൾറെഡി നമ്മുടെ ഹീറോയിൻ കുടിച്ചിട്ടുണ്ടായതുകൊണ്ട് തന്നെ ഇവരെ 3 പേര് അറസ്റ്റ് ചെയ്യാണ്. അങ്ങനെ പോലീസുകാർ നമ്മുടെ ഹീറോയുടെ അച്ഛനെ വിളിച്ചു വരുത്തിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് ഒരു കൊച്ചിനെ വളർത്തുന്നത്, വെള്ളം അടിച്ചിട്ട് അടി ഉണ്ടാക്കി നടക്കുകയാണ്, ഇനി മേലെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ കേസെടുത്ത് ഉള്ളിലാക്കണം എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പറയാണ്. ഇവളുടെ അച്ഛനും നിന്നെ കല്യാണം കഴിപ്പിക്കുന്നതാണ് ഇതിനൊക്കെ ഒരു പോംവഴി എന്ന് പറയാണ്. അങ്ങനെ ഇവളും ഇനി ഇങ്ങനെയൊന്നും നടക്കത്തില്ല, എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, 1 വർഷം എനിക്ക് ടൈം ആണെന്ന് പറയാണ്. അങ്ങനെ ഇവളും അവൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന അവൻ്റെ ഓർമ്മകളൊക്കെ ഇല്ലാതാക്കിയിട്ട് ഒരു പുതിയ ലൈഫ് തുടങ്ങാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ ഇവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ വീണ്ടും 10th എക്സാം എഴുതാൻ വേണ്ടി പോവാണ്, എനിക്ക് അതിനുള്ള ബുക്സൊക്കെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചാന്ന് പറയാണ്. ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ചേർന്നിട്ട് ഇംഗ്ലീഷും പഠിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ വന്നിട്ടുള്ള അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊക്കെ ഇവൾ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കുകയാണ്. അവർക്ക് ഒരുപാട് അഭിമാനം തോന്നുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജിമ്മിലേക്ക് നമ്മുടെ ഹീറോ വരുന്നത്. അപ്പോഴേക്കും അവിടെ ഓൾറെഡി കുടിച്ചിട്ടുണ്ടായിരുന്ന ഒരുത്തെ ഇവൻ്റെ അടുത്തേക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. നിനക്ക് ഞാൻ ആരാണെന്നറിയോ, ഞാൻ MLA മോനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോയിന് വന്നിട്ട് ഇവിടെ മൊത്തം CCTV ക്യാമറ ഉണ്ട്, നീ എങ്ങനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നീ തൂങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് മര്യാദയ്ക്ക് ആ ഗണ്ണ് താഴെട്ടിട്ട് പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് അവനെ കെട്ടിപ്പിടിച്ചേക്കെന്നൊക്കെ പറയാണ്. അങ്ങനെ അവനും ഇവൾ പറഞ്ഞ പോലെ തന്നെ ഹീറോയിനെ കെട്ടിപ്പിടിച്ച് പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. അങ്ങനെ നമ്മുടെ ജീവൻ തന്നെ രക്ഷിച്ചെന്ന് പറഞ്ഞിട്ട് ഇവന് ഇപ്പോൾ അവളുടെ അടുത്ത് തോന്നുകയാണ്. അവളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ഇവൻ കോളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവൾ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവൻ അവളുടെ അടുത്ത് വന്നിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നമുക്ക് കല്യാണം കഴിക്കാമെന്നൊക്കെ പറയാണ്. അപ്പോഴാണ് ഇവളും പറയുന്നത് നിങ്ങൾ ഞാൻ ഇൻഡീസെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടല്ലേ റിജക്ട് ചെയ്ത്, നിങ്ങൾക്ക് ശരിക്കും എന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ മാറ്റിയേനെ, ഇപ്പം ഞാൻ മാറിയതിന് ശേഷം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് പ്രേമോ അല്ല എന്ന് പറയാണ്. ഇതവേ നിങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്, ലൈഫ് എന്താണെന്ന് എനിക്ക് നിങ്ങളാണ് മനസ്സിലാക്കി തന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവൾ അവനെ അവോയ്ഡ് ചെയ്തിട്ട് പോവാണ്. അങ്ങനെ ഇവളും 10th എക്സാം എഴുതി പാസ്സും ആവാണ്. അങ്ങനെ ഇവൾ ഒരു ദിവസം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പെണ്ണിനെ മയക്കി കിടത്തിയിട്ട് അവിടെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് മനസ്സിലാക്കിയിട്ട് ഇവളും പിന്നാലെ തന്നെ പോയിട്ട് ആ കാർ ബ്ലോക്ക് ചെയ്യാണ്. പക്ഷെ ഒരു ഘട്ടത്തിന് മേലെ അവർ ഇവളെ അടിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. പക്ഷെ ഓൾറെഡി ആ പെണ്ണ് പോലീസിന് കോൾ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പോലീസ് അങ്ങോട്ട് വന്നിട്ട് ഇവളെ രക്ഷിച്ച് അവരെ അറസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ഇപ്പോൾ ന്യൂസിൽ ഒരു പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൺസർ ഗേൾ അവളുടെ ജീവൻ തന്നെ പണയം വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ ഒരുപാട് അഭിനന്ദിച്ചിട്ടാണ്. ഏത് ടീച്ചറാണോ നീ ഒരിക്കലും ഗുണം പിടിക്കില്ല എന്ന് പറയുന്നത്, അതേ ടീച്ചർ ഇവരുടെ അടുത്ത് വന്നിട്ട് എന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനം ഉണ്ടെന്നൊക്കെ പറയാണ്. ഇത്രയും വലിയ ഒരു ധീരത ചെയ്തുകൊണ്ട് തന്നെ കളക്ടർ തന്നെ വന്ന് ഇവർക്ക് അവാർഡൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ഇവളും ആ സ്റ്റേജിൽ ഒരു പെണ്ണിൻ്റെ ലൈഫിൽ കല്യാണമാണെന്നാണ് വന്ന് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് മുകളിൽ ഒരുപാടുണ്ട്, അത് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണെന്ന് പറയാണ്. ഉറപ്പായിട്ടും ഞാൻ ലൈഫിൽ സക്സസ്ഫുൾ ആവുമെന്ന് അവൾ പറയാണ്. അങ്ങനെ ഇവള് നൈറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വയസ്സായിട്ടുള്ള ആൾ ഒരുപാട് കുടിച്ചെന്ന് പറഞ്ഞിട്ട് അയാളുടെ അടുത്ത് ആരും പോകുന്നുണ്ടായിരുന്നില്ല. ഇവളായിരിക്കും സേഫായിട്ട് അയാളെ വീട്ടിൽ കൊണ്ടാക്കുന്നത്. പക്ഷേ ഇവളുടെ നല്ല മനസ്സിലാക്കിയിട്ട് ആ പണക്കാരുടെ സ്പോൺസർഷിപ്പ് മൂലവും ഇവളൊരു തനിയായിട്ട് ബൗൺസർ ട്രെയിനിങ് സെൻറ്റർ തന്നെ തുടങ്ങുകയാണ്. അങ്ങനെ അവിടെ ഈ പടവും തീരുവാണ്.